തൃശൂരിൽ നവജാത ശിശുക്കളെ കൊന്ന കേസിൽ പ്രതി അനീഷയുടെ വീട്ടിൽ ഫോറൻസിക് സംഘം എത്തിയിട്ടുണ്ട്. ഡോക്ടർ ഉമേഷ് KS നേതൃത്വത്തിലാണ് പരിശോധന. ഇരിങ്ങാലക്കുട RDയുടെ സാന്നിധ്യത്തിലാണ് ഫോറൻസിക് സംഘം പരിശോധന നടത്തുന്നത്. സാനു കെ സജീവാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേർന്നത്. സാനു, അവിടെ മൃതദേഹം മറവ് ചെയ്ത സ്ഥലത്താണോ പരിശോധന നടക്കുന്നത്? രാഖി, തീർച്ചയായിട്ടും ഈ മൃതദേഹം ഈ കുട്ടിയുടെ, അതായത് 2021 ഈ കുട്ടിയുടെ മൃതദേഹം മറവ് ചെയ്തിട്ടുള്ള പ്രദേശത്ത്, അതായത് രാഖി കഴിഞ്ഞ ദിവസം അനീഷ വന്ന് പോലീസിന് കാട്ടിക്കൊടുത്ത, അതായത് തെളിവെടുപ്പിന് വേളയിൽ പോലീസിന് കാട്ടിക്കൊടുത്ത പ്രദേശത്താണ് ഇപ്പോൾ ഈ ഫോറൻസിക് സംഘത്തിന്റെ തെളിവെടുപ്പ് നടക്കുന്നത്. ഡോക്ടർ ഉമേഷ് KS നേതൃത്വത്തിലുള്ള സംഘം, അതായത് ഇരിങ്ങാലക്കുട RTOയുടെ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ പരിശോധന ആരംഭിച്ചിട്ടുള്ളത്. അതായത് ഈ പ്രദേശത്ത് കുഴിയെടുത്ത്, അതായത് മരത്തിന് തൊട്ട് താഴെ സമീപത്താണ് ഈ കുട്ടീനെ മറവ് ചെയ്തതെന്നാണ് അനീഷ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. അതേ പ്രദേശത്ത് തന്നെ കുഴിയെടുത്തുകൊണ്ട് ഉള്ള ഒരു പരിശോധനയാണ് പോലീസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഇതേ പ്രദേശമാണ് അനീഷ വന്നിട്ട് പോലീസിനെ കാട്ടിക്കൊടുത്തിട്ടുള്ളത്, അന്വേഷണ സംഘത്തിന് കാണിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ പ്രദേശത്ത് ഇവിടെ കുഴിയെടുത്ത് പരിശോധന പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും ഈ ഭവിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുള്ള ഒരു പരിശോധനയും കുഴിയെടുത്തുകൊണ്ട് ആ പ്രദേശത്ത് മറവ് ചെയ്ത പ്രദേശത്ത് മറ്റെന്തെങ്കിലും തെളിവുകൾ ശേഖരിക്കാനുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ലഭിക്കുമോ എന്നുള്ള കാര്യത്തിലുള്ള പരിശോധന ഉണ്ടായിരിക്കുന്നത്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, ഈ നവജാത ശിശുക്കളെ കൊന്ന സംഭവത്തിൽ ഈ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളത് പോലീസിന് ഒരു പക്ഷേ വെല്ലുവിളിയായേക്കാമെന്നും നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട്. അസ്ഥികൾ ലഭിച്ചെങ്കിലും ഫോറൻസിക് DNA പരിശോധനകളിലൂടെ മരണകാരണം തെളിയിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു വിവരം കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ നിലവിൽ പരിശോധനകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഫോറൻസിക് ഉദ്യോഗസ്ഥർ നിലവിൽ ആ പ്രദേശത്ത് കുഴിയെടുത്തുകൊണ്ട്, ഈ മറവ് ചെയ്ത പ്രദേശത്ത് കുഴിയെടുത്തുകൊണ്ട് തെളിവുകൾ ശേഖരിക്കുന്ന നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. തൃശൂരിൽ നവജാത ശിശുക്കളെ കൊന്ന കേസിൽ പ്രതി അനീഷയുടെ വീട്ടിൽ ഫോറൻസിക് സംഘം എത്തി പരിശോധന നടത്തുകയാണ്. ഡോക്ടർ ഉമേഷ് KS നേതൃത്വത്തിലാണ് പരിശോധന പുരോഗമിക്കുന്നത്. ഇരിങ്ങാലക്കുട RTയുടെ സാന്നിധ്യത്തിലാണ് ഫോറൻസിക് സംഘം പരിശോധന നടത്തി വരുന്നത്.